വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള PSCയില് സ്ഥിരമായിട്ട് ഇപ്പോൾ കുറേയധികം വനിതകള് നവോത്ഥാന വനിതകളെ കുറിച്ച് ചോദ്യം വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് കേരള നവോത്ഥാനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ വനിതകളുണ്ടോ അവരെയൊക്കെ നമ്മൾ ഒരൊറ്റ ക്ലാസ്സിൽ പഠിക്കുകയാണ്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷെ ഒറ്റ ക്ലാസ് കൊണ്ട് നമുക്കത് അവസാനിപ്പിക്കാം. എന്നാൽ ഡിഗ്രി ലെവലിൽ ആവശ്യമുള്ള രീതിയിൽ തന്നെ നമ്മളത് പഠിക്കുകയും ചെയ്യും. മനസ്സിലാവുണ്ടോ? അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ AV കുട്ടിമാളു അമ്മ എന്ന് പറയുന്ന ലേഡിയാണ്. ഈ AV കുട്ടിമാളു അമ്മ എന്ന് പറയുന്ന ലേഡി മലബാർ പ്രവിശ്യ, പണ്ട് കാലത്ത് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ അങ്ങനെ 3 ഭൂവിഭാഗങ്ങളായിരുന്നു. ആ മലബാർ പ്രവിശ്യയിലെ പൊന്നാനി താലൂക്കിലെ ആനക്കര വടക്കത്ത് വീട്ടിലാണ് ജനിച്ചത്. അപ്പൊ മലബാർ പ്രവിശ്യയിലെ പൊന്നാനി താലൂക്കിലെ ആനക്കര വടക്കത്ത് വീട്ടിൽ 1905 ഏപ്രിൽ 23-നാണ് AV കുട്ടിമാളു അമ്മ ജനിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന പ്രവർത്തകയുമായ മലയാളി വനിതയാണ് AV കുട്ടിമാളു അമ്മ. അപ്പൊ ഇവര് സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്ന് ഓർക്കുക. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരളത്തിലെ എന്താ പറയാ പ്രധാന പ്രവർത്തകയായിരുന്നു എന്നും കൂടി ഓർക്കുക കേട്ടോ. ഇനി അടുത്തത് നോക്കൂ, ഇവരുടെ ഒന്ന് രണ്ട് പ്രത്യേകതകൾ. ഇവര് മാതൃഭൂമി പബ്ലിക്കേഷൻസിന്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. മാതൃഭൂമി പബ്ലിക്കേഷൻസിന്റെ ഡയറക്ടർ പദവിയിൽ ഇരുന്നിട്ടുണ്ട്. മലബാർ ഹിന്ദി പ്രചാർ സഭയുടെ പ്രസിഡന്റായിട്ടും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പൊ മാതൃഭൂമി പബ്ലിക്കേഷൻസിന്റെ ഡയറക്ടറായും മലബാർ ഹിന്ദി പ്രചാർ സഭയുടെ പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ച കേരളത്തിലെ ഒരു ലേഡിയാണ് AV കുട്ടിമാളു അമ്മ. ഇനി മലബാറില് നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ സ്വദേശി പ്രസ്ഥാനം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്വദേശി പ്രസ്ഥാനവും ബംഗാൾ വിഭജനവും ഒക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി ഇന്ത്യൻ ഹിസ്റ്ററിയിൽ. അപ്പൊ ആ മലബാറിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് ആരാണ് നേതൃത്വം നൽകിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിമാളു അമ്മയാണ്, AV കുട്ടിമാളു അമ്മ. മലബാറില് സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കാൻ നേതൃത്വം നൽകിയ വനിതയാര് എന്ന് ചോദിച്ചാൽ AV കുട്ടിമാളു അമ്മയുടെ പേര് പറയണം. 1931 കോഴിക്കോട് വിദേശ വസ്ത്രശാലകൾ അടപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിതയാണ്. അപ്പൊ 1931 കാലഘട്ടത്തില് കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിരുന്ന വിദേശ വസ്ത്രശാലകൾ മുഴുവൻ അടച്ചുപൂട്ടാൻ നേതൃത്വം നൽകിയ വനിതയാണ് AV കുട്ടിമാളു അമ്മ. 2 മാസം പ്രായമുള്ള കുഞ്ഞുമായി നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് അഥവാ നിയമലംഘന പ്രസ്ഥാനം, നമ്മൾ ഉപ്പ് നിയമം ലംഘിച്ചു എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഇല്ലേ, ഗാന്ധിജിയുടെ പങ്കെടുക്കുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്ത മലയാളി വനിതയാണ് AV കുട്ടിമാളു അമ്മ. അതുപോലെ AV കുട്ടിമാളു അമ്മ മദ്രാസ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ പഠിക്കണം കേട്ടോ. ഇവരൊക്കെ മദ്രാസ് അസംബ്ലിയിലേക്ക് ഓരോ സ്ഥലത്തേക്കും തെരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. 1936-ലും 1946-ലും 2 തവണ AV കുട്ടിമാളു അമ്മയെ മദ്രാസ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുത്തു. അടുത്തത് 1942-ൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കുകയും 2 വർഷം അമരാവതിയിലെ പ്രസിഡൻസി ജയിലിൽ ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്ത വനിതയാണ് AV കുട്ടിമാളു അമ്മ. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനിയായ ലേഡിയാണ് ആര്? AV കുട്ടിമാളു അമ്മ. പങ്കെടുത്തു, 2 വർഷം ജയിലിൽ കിടക്കുകയുണ്ടായി. അമരാവതിയിലെ പ്രസിഡൻസി ജയിലിലാണ് അവർ കിടന്നത് അല്ലെ. ഇനി അടുത്തത് 1985-ൽ ഇവര് അന്തരിക്കുകയാണ് കേട്ടോ. അടുത്ത നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ലേഡിയാണ്, അല്ലെങ്കിൽ വളരെ പരിചയമുള്ള ഒരു ലേഡിയാണ് അക്കമ്മ ചെറിയാൻ അല്ലെ. കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ആരുടെയാണ്? തൊമ്മൻ ചെറിയാന്റെയും അന്നാമ്മയുടെയും മകളായിട്ട് 1909-ലാണ് അക്കാമ്മ ചെറിയാൻ ജനിക്കുന്നത്. അക്കാമ്മ ചെറിയാൻ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കോട്ടയം ഭാഗമാണ് അല്ലെ. അപ്പൊ കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലാണ് അക്കാമ്മ ചെറിയാൻ ജനിക്കുന്നത്, അത് ഓർക്കുക. ഇനി തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി, നമ്മൾ എപ്പോഴും പരീക്ഷയ്ക്ക് കാണാറുള്ള ചോദ്യമാണ്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന വനിതയാണ് ആര്? അക്കാമ്മ ചെറിയാൻ. അങ്ങനെ ആരാണ് അക്കാമ്മ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിക്കണേ? ഗാന്ധിജിയാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് അക്കാമ്മ ചെറിയാനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ് കേട്ടോ.
കേരളത്തിന്റെ ജുവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന വനിതയും അക്കാമ ചെറിയാനാണ്. അപ്പൊ കേരളത്തിന്റെ ജുവാൻ ഓഫ് ആർക്ക്, തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നീ വിളിപ്പേരുകളിലുള്ളത് ആ കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ അക്കാമ ചെറിയാനാണ് എന്ന് ഓർക്കുക. അക്കാമ ചെറിയാന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സന്നദ്ധ സേവാ സംഘത്തിന്റെ പേരാണ് ദേശസേവികാ സംഘം. അപ്പൊ ദേശസേവികാ സംഘം 1938 കേരളത്തിൽ സ്ഥാപിച്ച, ആർക്ക് വേണ്ടി സ്ഥാപിച്ച, സ്ത്രീകൾക്ക് വേണ്ടി സ്ഥാപിച്ച ഒരു സന്നദ്ധ സംഘം അല്ലെ, സ്ഥാപിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കാമ ചെറിയാൻ എന്നാണ് നമ്മൾ പറയേണ്ടത്. 1938 തിരുവിതാംകൂറില് വാദഭരണകാലത്ത് പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തമ്പാനൂർ മുതൽ കവടിയാർ വരെ രാജധാനി മാർച്ച് നയിച്ച വനിതയാണ് അക്കാമ ചെറിയാൻ. അപ്പൊ തിരുവിതാംകൂറില് രാജധാനി മാർച്ച് നയിച്ചത് ആര്? അക്കാമ ചെറിയാൻ. വർഷം 1938. 1938. അപ്പൊ ആ സമയത്ത് ആരായിരുന്നു അവിടുത്തെ രാജാവ്? ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അപ്പൊ 1938 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിലെ ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നടന്ന ഏത് രാജധാനി മാർച്ച് എവിടുന്നോട്ട് എവിടം വരെ? തമ്പാനൂർ മുതൽ കവടിയാർ വരെ നയിച്ച ലേഡിയാണ് അക്കാമ ചെറിയാൻ എന്ന് പറയുന്നത് കേട്ടോ. അക്കാമ ചെറിയാനെ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നൊക്കെ എതിരില്ലാതെ തെരഞ്ഞെടുത്ത വർഷം 1947. ഇനി ആർ പാർവതി ദേവി എന്ന് പറയുന്ന ഒരു ലേഡി അക്കാമ ചെറിയാൻ എന്ന് പറയുന്ന ഒരു കൃതി രചിച്ചിട്ടുണ്ട്. അപ്പൊ അക്കാമ ചെറിയാൻ എന്ന കൃതി രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും? ആർ പാർവതി ദേവിയാണ്. ഇന്ത്യ ഗവൺമെന്റ് താമ്രപത്ര അവാർഡ് നൽകി അക്കാമ ചെറിയാനെ 1972 ആദരിക്കുകയുണ്ടായി. അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് താമ്രപത്ര അവാർഡ് നൽകി അക്കാമ ചെറിയാനെ ആദരിച്ച വർഷം 1972. അപ്പൊ താമ്രപത്ര അവാർഡ് നേടിയ ലേഡിയാണ് ആര്? അക്കാമ ചെറിയാൻ. ഇവരുടെ ആത്മകഥ, അക്കാമ ചെറിയാന്റെ ആത്മകഥ ജീവിതം ഒരു സമരം എന്നതാണ്. എന്താണ്? ജീവിതം ഒരു സമരം. അതവരുടെ ആത്മകഥയാണ്. അതുപോലെ പരീക്ഷകൾക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? അക്കാമ ചെറിയാനാണ്. 1114 കഥ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അത് അക്കാമ ചെറിയാന്റെ കൃതിയാണ്. ഇനി അടുത്തത്, ഇവർ 1982 അന്തരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് ഇവരുടെ പ്രതിമയും കാണപ്പെടുന്നുണ്ട്. അപ്പൊ 1982 അന്തരിച്ച അക്കാമ ചെറിയാന്റെ പ്രതിമ കാണപ്പെടുന്നത് തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്താണ്. ക്ലിയർ ആയല്ലോ? അടുത്തത് ഇതിനേക്കാൾ അക്കാമ ചെറിയാനേക്കാൾ പ്രശസ്തയായിട്ടുള്ള ഒരു ലേഡിയാണ് അന്ന ചാണ്ടി. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ലേഡിയാണ്. നിയമബിരുദത്തിന്റെ കാര്യമൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. തിരുവിതാംകൂറിൽ 1905 അന്ന ചാണ്ടി ജനിക്കുന്നത്. സ്ത്രീകളുടെ ഉന്നമനത്തിനും സമത്വത്തിനും വേണ്ടി പ്രയത്നിച്ച വനിതയാണ് ആര്? അന്ന ചാണ്ടി കേട്ടോ. ഇവര് നിയമബിരുദം നേടിയ ആദ്യ വനിതയാണ് കേരളത്തിൽ നിന്ന്. അപ്പൊ കേരളത്തിൽ നിന്ന് നിയമബിരുദം നേടിയ ആദ്യ വനിത ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന ചാണ്ടി. കേരളത്തിൽ നിന്ന് നിയമബിരുദം നേടിയ ആദ്യ വനിത. ഇന്ത്യയിലെ ഒരു ജില്ലാ കോടതിയിൽ ജഡ്ജിയായ ആദ്യ വനിത അന്ന ചാണ്ടി. ഇന്ത്യയിലെ ഒരു ജില്ലാ കോടതിയിൽ ജഡ്ജിയായ ആദ്യ വനിതയാണ് അന്ന ചാണ്ടി. ഇന്ത്യയില് ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിതയാണ് അന്ന ചാണ്ടി. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയില് ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിതയാണ് ആര്? അന്ന ചാണ്ടി. ഇനി ഇവരുടെ ഒരു മാസികയുടെ പേര് ശ്രീമതി എന്നാണ്. അപ്പൊ ശ്രീമതി എന്ന മാസിക ആരംഭിച്ച? അന്ന ചാണ്ടിയാണ്. ശ്രീമതി എന്ന് പറയുന്ന മാസിക ആരംഭിച്ച ലേഡിയുടെ പേര് അന്ന ചാണ്ടിയാണ്. 1930 അവർ ആരംഭിച്ചത്. അപ്പോ സ്ത്രീകൾക്ക് വേണ്ടി തന്നെയുള്ള തിരുവിതാംകൂറിലെ ആദ്യ മാസിക ആരാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ഏതാന്ന് ചോദിച്ചാൽ ശ്രീമതിയാണ്. അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള തിരുവിതാംകൂറിലെ ആദ്യ മാസികയായ ശ്രീമതി മാസിക ആരംഭിച്ചത് ആരാണ്? അന്ന ചാണ്ടിയാണ്. 1967 ഇന്ത്യൻ ലോ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത അന്ന ചാണ്ടി. 1967 ഇന്ത്യൻ ലോ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത ആരാണ്? അന്ന ചാണ്ടിയാണ്. അതുപോലെ തന്നെ ഇവരുടെ ആത്മകഥ, ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആത്മകഥ തന്നെയാണ് കേട്ടോ. അന്ന ചാണ്ടിയുടെ ആത്മകഥയുടെ പേരെന്ത്? ആത്മകഥ എന്ന് തന്നെയാണ് കേട്ടോ.
ഇനി അടുത്തത് തിരുവിതാംകൂറിൽ വിധാൻ പരിഷത്തിലൊക്കെ അംഗമായിരുന്നു അണ്ണാചാണ്ടി. ഇവർ 1996 അന്തരിക്കണത്. 1996 അന്തരിച്ചു. തിരുവിതാംകൂറില് വിധാൻ പരിഷത്തിൽ അംഗമായിരുന്നു. പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇന്ത്യൻ ലോ കമ്മീഷനിൽ അംഗമായ മലയാളി വനിതയാണ്. ഇന്ത്യയിൽ ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിതയാണ്. ഇന്ത്യയിലെ ഒരു ജില്ലാ കോടതിയിൽ ജഡ്ജിയായ ആദ്യ വനിതയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് നിയമബിരുദം നേടിയ ആദ്യ വനിതയാണ്. എത്രയധികം പ്രത്യേകതകളാണ് ആർക്കുള്ളത്? അണ്ണാചാണ്ടിക്കുള്ളത് അല്ലെ. ഇനി അടുത്തത് ലളിതാംബിക അന്തർജനം അല്ലെ. ലളിതാംബിക അന്തർജനം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ആദ്യത്തെ വയലാർ അവാർഡ് ജേതാവ് ആരാണ്? ലളിതാംബിക അന്തർജനം കേട്ടിട്ടുണ്ട് അല്ലെ പരീക്ഷയ്ക്ക്. അതുപോലെ അഗ്നിസാക്ഷി എന്ന കൃതി, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇവർ ജനിച്ച കാര്യമൊക്കെ പഠിക്കണ്ടേ. ലളിതാംബിക അന്തർജനം 1909 മാർച്ച് 30 ജനിച്ചത്. 1909 മാർച്ച് 30 ദാമോദരൻ നമ്പൂതിരിയുടെയും ആര്യാദേവി അന്തർജനത്തിന്റെയും ഒക്കെ മകളായിട്ട് ലളിതാംബിക അന്തർജനം ജനിക്കുകയാണ്. സാഹിത്യ രചനകളിലൂടെ നമ്പൂതിരി സമുദായത്തിന്റെ നവീകരണത്തിനായി പ്രവർത്തിച്ച വനിത. അപ്പൊ അതായത് ഇവരൊരു സ്വാതന്ത്ര്യ സമര സേനാനി അങ്ങനെയൊന്നുമല്ല. എന്താണ്, ഇവർ ധാരാളം കൃതികൾ രചിക്കുകയാണ്. ആ കൃതികളിലൂടെ നമ്പൂതിരി സമുദായത്തിന്റെ നവീകരണം ലക്ഷ്യമിട്ട വനിതയാണ് ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനത്തിന്റെ ആദ്യ കവിതാ സമാഹാരം പുറത്തിറങ്ങിയത് 1936 അതിന്റെ പേര് ലളിതാഞ്ജലി എന്നാണ്. അപ്പൊ ലളിതാഞ്ജലി എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിന്റെ ഉടമ ആരാണ്? ലളിതാംബിക അന്തർജനാണ്. കൂടാതെ ആയിരത്തിരി, നിശബ്ദ സംഗീതം, ഭാവദീപ്തി, ഒരു പൊട്ടിച്ചിരി, ശരണമഞ്ചരി തുടങ്ങിയവയൊക്കെ തന്നെ ലളിതാംബിക അന്തർജനത്തിന്റെ കവിതാ സമാഹാരങ്ങളാണ്. അവരുടെ പ്രധാനപ്പെട്ട ചെറു കഥകൾ ഏത്? ലളിതാംബിക അന്തർജനത്തിന്റെ പ്രധാനപ്പെട്ട ചെറു കഥകൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂടുപടത്തിൽ, ഏതാണൊന്ന്? മൂടുപടത്തിൽ, കൊടുങ്കാറ്റിൽ നിന്ന്, 20 വർഷത്തിനു ശേഷം, അഗ്നിപുഷ്പങ്ങൾ, ധീരേന്ദു മഞ്ജുംദാരുടെ കഥ, ധീരേന്ദു മഞ്ജുംദാരുടെ അമ്മ, ലളിതാംബിക അന്തർജനത്തിന്റെ കഥകൾ സമ്പൂർണം. ഇതൊക്കെ തന്നെ ലളിതാംബിക അന്തർജനം രചിച്ച ചെറിയ ചെറിയ കഥകളാണ്. എന്താണ്? ലളിതാംബിക അന്തർജനത്തിന്റെ കഥകൾ സമ്പൂർണം. ഒന്ന് ട്ടോ, ധീരേന്ദു മഞ്ജുംദാരുടെ അമ്മ, അഗ്നി പുഷ്പങ്ങൾ, 20 വർഷത്തിനു ശേഷം, കൊടുങ്കാറ്റിൽ നിന്ന്, മൂടുപടങ്ങൾ എന്നിവ ലളിതാംബിക അന്തർജനം രചിച്ച പ്രധാന ചെറുകഥകളാണ്. ഇനി അടുത്തത് 1935 ലളിതാംബിക അന്തർജനം രചിച്ച വിധവ വിവാഹം പ്രതിപാദ്യ വിഷയമായ നാടകത്തിന്റെ പേര് പുനർജന്മം. നിങ്ങൾക്കറിയാം, പണ്ട് കാലത്തൊന്നും നമ്പൂതിരി സ്ത്രീകൾക്ക് എന്താണ്, അതായത് വിധവയായാൽ പിന്നീട് വിവാഹം കഴിക്കാനുള്ള ഒരു ഓപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇവരുടെ പ്രശസ്തമായിട്ടുള്ള നാടകമാണ് പുനർജന്മം. ഇനി അടുത്തത് ലളിതാംബിക അന്തർജനത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. പഠിക്കാൻ എളുപ്പമാണ്. രണ്ടും 1977 അപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങിയവ ലളിതാംബിക അന്തർജനത്തിനെ തേടിയെത്തിയത് 1977 കേട്ടോ. ലളിതാംബിക അന്തർജനം 1987 അന്തരിക്കുകയാണ്. 1987 അന്തരിക്കുകയാണ്. ഇനി ലളിതാംബിക അന്തർജന സ്മാരക സാഹിത്യ അവാർഡ് ഉണ്ട് കേട്ടോ. അവരുടെ പേരിൽ ഒരു സ്മാരക സാഹിത്യ അവാർഡ് ഉണ്ട്. അത് ആദ്യമായിട്ട് വൈക്കം മുഹമ്മദ് ബഷീറിനാണ് ലഭിച്ചത്. ആർക്ക് കിട്ടി? വൈക്കം മുഹമ്മദ് ബഷീറിനാണ് ലഭിച്ചത് കേട്ടോ. ലളിതാംബിക അന്തർജനത്തിന്റെ ആദ്യത്തെ നോവലാണ് അഗ്നിസാക്ഷി. എന്താണ്? ആദ്യ നോവലാണ് അഗ്നിസാക്ഷി. ഇനി അവർക്ക് എന്താണ്, ആദ്യമായിട്ട് വയലാർ അവാർഡ് നേടിയ ലേഡിയാണ് ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനത്തിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? അതും അഗ്നിസാക്ഷി തന്നെയാണ്. ഇനി ലളിതാംബിക അന്തർജനത്തിന് ഓടക്കുഴൽ അവാർഡും നേടിയിട്ടുണ്ട്. അപ്പൊ എന്താ പറയുന്നത്, അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതി രചിച്ചത് 1976 വയലാർ അവാർഡ് കിട്ടുന്നത് 1977 ഈ 77 തന്നെ അഗ്നിസാക്ഷിക്ക് ഒരു ഓടക്കുഴലും കിട്ടി. അപ്പൊ ഓടക്കുഴൽ അവാർഡ്, ഓടക്കുഴൽ പറഞ്ഞാൽ ഓടക്കുഴൽ അവാർഡ്. അപ്പൊ ഓടക്കുഴൽ അവാർഡ്, വയലാർ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, എന്തൊക്കെ അവാർഡുകളാണ് ഇവരെ തേടിയെത്തിയത് അല്ലെ. ഇനി ഇവരുടെ ആത്മകഥ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടത്. ആത്മകഥയ്ക്ക് ഒരാമുഖം. എന്താണ്? ആത്മകഥയ്ക്ക് ഒരാമുഖം എന്ന് പറയുന്നതാണ് ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥയുടെ പേര്. ക്ലിയർ ആയോ നിങ്ങൾക്കപ്പോ? ലളിതാംബിക
ലളിതാംബിക അന്തർജനത്തിന്റെ ആദ്യത്തെ നോവലാണ് അഗ്നിസാക്ഷി. 76 അവർ എഴുതി. 77 വയലാർ അവാർഡും അതുപോലെ തന്നെ എന്താ പറയണേ ഓടക്കുഴൽ അവാർഡൊക്കെ അഗ്നി സാക്ഷിക്ക് ലഭിക്കുകയുണ്ടായി. അവരുടെ ആത്മകഥയ്ക്ക് രാമുഖാണ് കേട്ടോ. അടുത്തത് ആനി മസ്കറീൻ ആണ്. നമുക്ക് അറിയുന്ന ഒരു ലേഡിയാണ്, കേരളത്തിലെ ഝാൻസി റാണിയാണ്. ആര്? ആനി മസ്കറീൻ അല്ലെ. കേരളത്തിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന ആനി മസ്കറീൻ 1902 ജനിക്കണേ. ലോക്സഭാ മെമ്പറായ ആദ്യ മലയാളിയാണ് ആനി മസ്കറീൻ. ലോക്സഭാ മെമ്പറായ ആദ്യ മലയാളിയാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ തിരുവിതാംകൂറിൽ നിന്നുള്ള ഏക വനിതാ പ്രതിനിധി. നമ്മൾ വനിതകളുടെ ആനി മസ്കറീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേല ഇതിനൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഇല്ലേ. അപ്പോ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ തിരുവിതാംകൂറിൽ നിന്നുള്ള ഏക വനിതാ പ്രതിനിധിയാണ് ആനി മസ്കറീൻ. തിരുക്കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യ വനിതാ മന്ത്രിയാണ് ആനി മസ്കറീൻ. അപ്പൊ എന്തൊക്കെയാ ഒന്നുകൂടെ പറഞ്ഞേ നമ്മള്. കേരളത്തിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. ലോക്സഭാ മെമ്പറായ ആദ്യ മലയാളിയാണ് ആനി മസ്കറീൻ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ തിരുവിതാംകൂറിൽ നിന്നുള്ള ഏക വനിതാ പ്രതിനിധിയാണ് ആനി മസ്കറീൻ. തിരുക്കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യ വനിതാ മന്ത്രിയാണ് ആനി മസ്കറീൻ. നെക്സ്റ്റ് വൺ, 1957 രണ്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആനി മസ്കറീനെ പരാജയപ്പെടുത്തിയതാര്? എസ് ഈശ്വരൻ. ആരാണ്? എസ് ഈശ്വരനാണ് പരാജയപ്പെടുത്തിയത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായ വനിതയാണ് ആനി മസ്കറീൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായ വനിത ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനി മസ്കറീൻ ആണ്. പറവൂർ ടി.കെ. നാരായണൻ മന്ത്രിസഭയിൽ ആരോഗ്യം, വൈദ്യുതി വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നത് ആരാണ്? ആനി മസ്കറീൻ ആണ്. പറവൂർ ടി.കെ. നാരായണൻ മന്ത്രിസഭയിൽ ആരോഗ്യം, വൈദ്യുതി വകുപ്പുകൾ കൈകാര്യം ചെയ്ത വനിത ആനി മസ്കറീൻ. ആനി മസ്കറീൻ സ്ക്വയർ എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരത്ത് വഴുതക്കാട്. ആനി മസ്കറീൻ സ്ക്വയർ തിരുവനന്തപുരത്ത് വഴുതക്കാടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവരുടെ ഒരു വെങ്കല പ്രതിമ 2013 അനാച്ഛാദനം ചെയ്യേണ്ടായി. അനാച്ഛാദനം ചെയ്തത് ഹമീദ് അൻസാരിയാണ്. ആരാണ്? ഹമീദ് അൻസാരിയാണ് കേട്ടോ. 1963 അന്തരിക്കുകയാണ്. ആനി മസ്കറിന്റെ ഒക്കെ മരണമൊന്നും അത്ര നമുക്ക് മരിച്ച വർഷമൊന്നും അത്ര പ്രാധാന്യമില്ല, അത് നമ്മൾ പറഞ്ഞേ ഉള്ളൂ. പക്ഷെ ലോക്സഭാ മെമ്പറായി, കേരളത്തിന്റെ ഝാൻസി റാണിയാണ്, തിരുവിതാംകൂറിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് ഉള്ള വനിതാ പ്രതിനിധി, അതുപോലെ തിരുക്കൊച്ചിയിലെ ആദ്യത്തെ വനിതാ മന്ത്രി, ഇതൊക്കെ ഇവരെ കുറിച്ച് ചോദിക്കാൻ പാകത്തിനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഇനി അടുത്തൊരു ലേഡിയാണ് ആര്? ആര്യാപ്പള്ളം. ഇവരെ നമ്മൾ പലപ്പോഴും PSC കണ്ടിട്ടുണ്ട്. ആര്യാപ്പള്ളം ആരാണ്? ആര്യാപ്പള്ളം തോട്ടുപുറത്ത് കുഞ്ഞുണ്ണി മേനോന്റെ നേതൃത്വത്തിൽ ചെറുമി വനിതകളുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ച നവോത്ഥാന നായികയുടെ പേരാണ് ആര്യാപ്പള്ളം. അപ്പൊ അവരുടെ വർഷമൊന്നും, ജനിച്ച വർഷമൊന്നും ഞാൻ പറയുന്നില്ല, പ്രധാനപ്പെട്ട കാര്യങ്ങളും കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ്. ഇവരൊന്നും ജനിച്ച വർഷം വേണ്ട. തോട്ടുപുറത്ത് കുഞ്ഞുണ്ണി മേനോന്റെ നേതൃത്വത്തിൽ ചെറുമി വനിതകളുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ച നവോത്ഥാന നായിക ആര്യാപ്പള്ളം. ആര്യാപ്പള്ളത്തിന്റെ പ്രവർത്തന ഫലമായാണ് ചെറുമി വനിതകൾ കല്ലുമാല ഉപേക്ഷിക്കാൻ തയ്യാറായത്. ക്ലിയർ ആയോ? അവരുടെ കല്ലുമാല സമരം ഇവരുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. ലേഡി ആരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ആര്യാപ്പള്ളം മറക്കുട ബഹിഷ്കരണ യാത്രയ്ക്ക് നേതൃത്വം നൽകിയത്? VT ഭട്ടതിരിപ്പാട്. അപ്പൊ നമ്പൂതിരി സ്ത്രീകൾ മറക്കുടയുമായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമമൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. അപ്പൊ ആ മറക്കുട ബഹിഷ്കരണ യാത്രയ്ക്ക് നേതൃത്വം നൽകിയ ലേഡിയാണ് ആര്? ആര്യാപ്പള്ളം എന്ന് പറയുന്നത്. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചതും ആര്യാപ്പള്ളാണ്. അപ്പൊ പാലിയം സത്യാഗ്രഹത്തിൽ നമ്പൂതിരി സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആര്യാപ്പള്ളം. സ്ത്രീ സ്വാതന്ത്ര്യത്തിനായി അന്തപുരം മർദ്ദനാന്വേഷണം എന്ന പ്രമേയം അവതരിപ്പിച്ച ലേഡിയാണ് ആര്യാപ്പള്ളം. സ്ത്രീ സ്വാതന്ത്ര്യത്തിനായി അന്തപുരം മർദ്ദനാന്വേഷണം എന്ന പ്രമേയം അവതരിപ്പിച്ച ലേഡിയാണ് ആര്യാപ്പള്ളം. നമ്പൂതിരി ബിൽ ചർച്ച ചെയ്യുന്നതിനായി കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വനിതയും ആര്യാപ്പള്ളാണ്. നമ്പൂതിരി ബിൽ ചർച്ച ചെയ്യാനായി കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വനിതയും ആര്യാപ്പള്ളാണ്. ഇനി കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവാര്? കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവാര് എന്ന് ചോദിച്ചാൽ ആര്യാപ്പള്ളം ഉത്തരം പറയണം കേട്ടോ.
വളരെ പ്രധാനപ്പെട്ട കുറേയധികം പോയിന്റ്സ് ലേഡീസിനെ കുറിച്ചുണ്ട്, പക്ഷെ നമ്മൾ ഇതൊന്നും കേട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇപ്പൊ ഇത് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് മാത്രമല്ല, ഏത് പരീക്ഷകളായാലും കേരള റിനൈസൻസ് ഉള്ള പരീക്ഷകൾക്കൊക്കെ കേരളത്തിലെ നവോത്ഥാന നായികമാര് അത്യാവശ്യമാണ് കേട്ടോ. ഇനി അടുത്തൊരു ലേഡിയാണ് പാർവതി നെന്മണി മംഗലം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവരുടെ ഒരു കൊട്ടേഷൻ ഉണ്ട്. മംഗല്യ സൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല. എന്താണ്? മംഗല്യ സൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല എന്ന് പറഞ്ഞ എന്താണ് നവോത്ഥാന നായികയുടെ പേരാണ് പാർവതി നെന്മണി മംഗലം. മറക്കുട ബഹിഷ്കരണ യാത്രയ്ക്ക് ആര്യാപ്പള്ളത്തിനൊപ്പം നേതൃത്വ നിരയിലുണ്ടായിരുന്ന നവോത്ഥാന നായികയാണ് പാർവതി നെന്മണി മംഗലം. അപ്പൊ ആര്യപ്പള്ളത്തിന്റെ ഒപ്പം ആരും ഉണ്ടായിരുന്നു? പാർവതി നെന്മണി മംഗലം ഉണ്ടായിരുന്നു. അന്തർജനങ്ങളോട് ഓലക്കട ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞ നവോത്ഥാന നായികയാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ ആര്യപ്പള്ളം, പറഞ്ഞത് ആരാണ്? പാർവതി നെന്മണി മംഗലാണ്. അവിടെ ആ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുക മാത്രമാണ് ആര് ചെയ്തത്? ആര്യപ്പള്ളം ചെയ്തത്. അപ്പൊ അത്തരം പോയിന്റ്സ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്യണം. 1929 പർദ ബഹിഷ്കരണ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നമ്പൂതിരി വനിതയാണ്. കണ്ടോ? അപ്പൊ മുസ്ലിം സ്ത്രീകളുടെ നവോത്ഥാനത്തിനും കൂടി പ്രവർത്തിച്ചില്ലേ നമ്പൂതിരി വനിതയാണ് ആര്? പാർവതി നെന്മണി മംഗലം. മലപ്പുറത്തു നിന്നും കോട്ടയം വരെ ബോധവൽക്കരണ ജാഥ കൂടെ ഇതിനു വേണ്ടി ആര് നടത്തുകയുണ്ടായി? പാർവതി നെന്മണി മംഗലം. എന്തിനു വേണ്ടിയിട്ട്? പർദ ബഹിഷ്കരണവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മലപ്പുറത്തു നിന്നും കോട്ടയം വരെ ബോധവൽക്കരണ ജാഥ നടത്തിയതും പാർവതി നെന്മണി മംഗലാണ്. അന്തർജന സമാജം രൂപീകരിക്കുന്നതില് മുഖ്യ പങ്കുവഹിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും പാർവതി നെന്മണി മംഗലാണ്. അന്തർജന സമാജം രൂപീകരിക്കാൻ മുഖ്യ പങ്കുവഹിച്ച ലേഡി പാർവതി നെന്മണി മംഗലം. ഇനി യോഗക്ഷേമ സഭ, നമ്മൾ വീട്ടി പട്ടതിരിപ്പാട് പഠിക്കുമ്പോൾ യോഗക്ഷേമ സഭ പഠിക്കും. യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗത്തിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും പാർവതി നെന്മണി മംഗലാണ് കേട്ടോ. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് PSCയിൽ കാണാറുള്ളത്. കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യ വനിത ആരാണ്? കേട്ടിട്ടില്ലേ? എന്താണ്? തോട്ടക്കാട്ട് മാധവിയമ്മ. തോട്ടക്കാട്ട് മാധവിയമ്മ. പലപ്പോഴും പരീക്ഷയ്ക്ക് കണ്ടിട്ടുണ്ട് നമ്മള്. കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത തോട്ടക്കാട്ട് മാധവിയമ്മ. ഹേമപഞ്ചരം, തത്വചിന്ത തുടങ്ങിയവ ഈ തോട്ടക്കാട്ട് മാധവിയമ്മയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് കേട്ടോ. അതുപോലെ തന്നെ 1929 NSS വനിതാ സമ്മേളനത്തിന്റെ അധ്യക്ഷ പദവിയിൽ ഉണ്ടായിരുന്നതും തോട്ടക്കാട് മാധവിയമ്മയാണ്. ക്ലിയർ ആയല്ലോ? അടുത്തത് നമുക്ക് ലക്ഷ്മി N മേനോനെയാണ് പഠിക്കാനുള്ളത്. ആരാണ് ലക്ഷ്മി N മേനോൻ? നമ്മളോട് ചോദിക്കാറുണ്ട്. പത്മ അവാർഡ് നേടിയ ആദ്യ മലയാളി വനിതയാണ് ലക്ഷ്മി N മേനോൻ. അപ്പൊ നമ്മൾ പത്മ അവാർഡ്, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ നമുക്കറിയാം അല്ലെ? ആ പത്മ അവാർഡ് നേടിയ ആദ്യ മലയാളി വനിതയാണ് ലക്ഷ്മി N മേനോൻ. അടുത്തതാണ് കുറച്ചും കൂടി പ്രധാനം. രാജ്യസഭാ മെമ്പറായ ആദ്യ മലയാളി വനിത. രാജ്യസഭാ മെമ്പറായ ആദ്യ മലയാളി വനിത ലക്ഷ്മി N മേനോൻ. 1952 ബീഹാറിൽ നിന്നുമാണ് ലക്ഷ്മി N മേനോൻ രാജ്യസഭാ മെമ്പറായത്. 1952 ബീഹാറിൽ നിന്ന്. കേന്ദ്രമന്ത്രിസഭയിലെ വിദേശകാര്യ സഹമന്ത്രി തുടങ്ങിയ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ആര്? ലക്ഷ്മി N മേനോൻ. ഓൾ ഇന്ത്യ പ്രൊഹിബിഷൻ കൗൺസിൽ വൈസ് പ്രസിഡന്റ് ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ലേഡിയാണ് ലക്ഷ്മി N മേനോൻ. അടുത്തത് വളരെ പ്രധാനമാണ്. ലക്ഷ്മി N മേനോൻ കസ്തൂർബ ഗാന്ധി നാഷണൽ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ചെയർമാൻ ആയിരുന്നിട്ടുണ്ട്. കസ്തൂർബ ഗാന്ധി നാഷണൽ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ചെയർമാൻ ആയിരുന്നിട്ടുള്ള ലേഡിയാണ് ലക്ഷ്മി N മേനോൻ. 1972 മുതൽ 85 വരെയുള്ള ഒരു ദീർഘ കാലഘട്ടത്തിൽ അവര് ഒരു 13 കൊല്ലത്തോളം അതിന്റെ പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട്. ട്രസ്റ്റിന്റെ ചെയർമാൻ ആയിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കസ്തൂർബ ഗാന്ധിയുടെ സ്മരണ ദിനം മാതൃദിനമായി ആചരിക്കാൻ മുൻകൈയെടുത്ത വനിത കൂടിയാണ് ലക്ഷ്മി N മേനോൻ. കസ്തൂർബ ഗാന്ധിയുടെ സ്മരണ ദിനം മാതൃദിനമായി ആചരിക്കാൻ മുൻകൈയെടുത്ത ലേഡിയാണ് ലക്ഷ്മി N മേനോൻ ട്ടോ. ഇവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പത്മ അവാർഡ് നേടിയ ആദ്യ മലയാളിയാണെന്നുള്ളത്. പത്മ അവാർഡ് എന്ന പത്മഭൂഷൺ എന്ന കിട്ടിയ 1957 ലക്ഷ്മി N മേനോന് പത്മഭൂഷൺ കിട്ടിട്ടോ. ഇനി രാജ്യസഭാ മെമ്പറായ ആദ്യ മലയാളി വനിതയാണ് ലക്ഷ്മി N മേനോൻ. രാജ്യസഭാ മെമ്പറായ ആദ്യ മലയാളി വനിത. എന്നാൽ കേരളത്തിൽ നിന്നും ആദ്യ വനിതാ രാജ്യസഭാ മെമ്പർ ഭാരതി ഉദയഭാനു. ക്ലിയർ ആയോ? കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിത രാജ്യസഭാ മെമ്പർ
കേരളത്തിൽ നിന്നുള്ള, അവർ നേരത്തെ എവിടെ നിന്നാ പറഞ്ഞത്? നമ്മള് ബീഹാറിൽ നിന്നാന്നല്ലേ പറഞ്ഞേ. അപ്പൊ കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ രാജ്യസഭാ മെമ്പർ ആരാണ്? ഭാരതി ഉദയഭാനുവാണ്. അടുത്തത് രണ്ട് ചോദ്യങ്ങൾ മാത്രമേ ഒരു ലേഡിയെ കുറിച്ച് പറയാനുള്ളൂ. കേരള മഹിളാ ദേശസേവികാ സംഘത്തിന്റെ സജീവ പ്രവർത്തകയായിരുന്ന ലേഡി ലളിത പ്രഭു. ആരാണ്? കേരള മഹിളാ ദേശസേവികാ സംഘത്തിന്റെ സജീവ പ്രവർത്തകയായിരുന്ന ലേഡിയാണ് ലളിത പ്രഭു. വിദ്യാഭ്യാസ പ്രവർത്തകനായിരുന്ന ശേഷഗിരി പ്രഭുവിന്റെ മകളായ നവോത്ഥാന നായിക കൂടിയാണ് ലളിത പ്രഭു ട്ടോ. ഇത് രണ്ടോർക്കാം. ഇനി അടുത്തത്, കേരളത്തിലെ ആദ്യ വനിതാ സർജൻ ആരാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ സർജൻ ആരാണ്? മേരി പുന്നൻ ലൂക്കോസ്. ആരാണ്? മേരി പുന്നൻ ലൂക്കോസ്. ഇന്ത്യയിലെ ആദ്യത്തെ സർജൻ ജനറൽ ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സർജൻ ജനറൽ ആരാണ്? ആരെന്നെയാണ്? മേരി പുന്നൻ ലൂക്കോസ് തന്നെയാണ് കേട്ടോ. ഇനി തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് മേരി പുന്നൻ ലൂക്കോസ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് 1922. 1922 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് മേരി പുന്നൻ ലൂക്കോസ് തെരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏതാണ്? 1922. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആരാണപ്പോ? മേരി പുന്നൻ ലൂക്കോസ് തന്നെ. ആദ്യ വനിത മേരി പുന്നൻ ലൂക്കോസ്. നാഗർകോവിലിൽ ക്ഷയരോഗ പരിപാലന കേന്ദ്രം സ്ഥാപിച്ചു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സർജനായിരുന്നു അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നാഗർകോവിലിൽ ക്ഷയരോഗ പരിപാലന കേന്ദ്രം സ്ഥാപിച്ചത് മേരി പുന്നൻ ലൂക്കോസ് ആണ്. തിരുവനന്തപുരത്ത് റേഡിയം സാനിറ്റേഷൻ ആരംഭിച്ചു. തിരുവനന്തപുരത്ത് റേഡിയം സാനിറ്റേഷൻ ആരംഭിച്ചതും മേരി പുന്നൻ ലൂക്കോസ് ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ 1975 മേരി പുന്നൻ ലൂക്കോസിന് പത്മശ്രീ ലഭിക്കുകയുണ്ടായി ട്ടോ. അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം, 1946 നടന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു സമരമാണ് കരിവെള്ളൂർ സമരം. ഏതാണ്? കരിവെള്ളൂർ സമരം. കരിവെള്ളൂർ സമരത്തിലെ പ്രധാന വനിതാ നേതാവാണ്, അല്ലെങ്കിൽ കരിവെള്ളൂർ സമര നായിക എന്നറിയപ്പെടുന്ന ലേഡിയാണ് ആര്? കെ ദേവയാനി. ആരാ? കെ ദേവയാനി. ചോരയും കണ്ണീരും നിറഞ്ഞ വഴികൾ എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ്? കെ ദേവയാനിയുടെ. ചോരയും കണ്ണീരും നിറഞ്ഞ വഴികൾ ആരുടെ ആത്മകഥയാണ്? കെ ദേവയാനിയുടെയാണ് കേട്ടോ. ഇനി അടുത്തത് നമ്മള് എല്ലാവർക്കും അറിയുന്ന ഒരു ലേഡിയാണ്. ഞാൻ ചോദ്യം ആദ്യം പറയാം. എന്താണ്? ഒന്നാം കേരള നിയമസഭയിൽ റവന്യൂ, എക്സൈസ്, ദേവസ്വം വകുപ്പുകൾ കൈകാര്യം ചെയ്ത വനിത. ഈഴവ സമുദായത്തിൽ നിന്നുമുള്ള ആദ്യ വനിത നിയമബിരുദധാരി ഒക്കെ ആരാണ്? അതന്നെ നമ്മുടെ KR ഗൗരിയമ്മയാണ്. ഒന്നാം കേരള നിയമസഭയിൽ റവന്യൂ, എക്സൈസ്, ദേവസ്വം എന്നീ വകുപ്പുകൾ KR ഗൗരിയമ്മ കൈകാര്യം ചെയ്തു. ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആദ്യ വനിതാ നിയമബിരുദധാരിയാണ് ആര്? KR ഗൗരിയമ്മ. കേരള കർഷക സംഘം, കേരള മഹിളാ സംഘം എന്നിവയുടെ പ്രസിഡന്റ് ആയിരുന്നിട്ടുള്ള വനിത കൂടിയാണ് ആര്? KR ഗൗരിയമ്മ കേട്ടോ. ഇവര് 1994 ഒരു പാർട്ടി സ്ഥാപിക്കുകയുണ്ടായി. JSS എന്നാണ് അതിന്റെ പേര്, ജനാധിപത്യ സംരക്ഷണ സമിതി. അപ്പൊ ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന് പറയുന്ന പാർട്ടി സ്ഥാപിച്ചത് ആരാ? KR ഗൗരിയമ്മയാണ്. ഇവരുടെ ആത്മകഥ എന്താണ്? ആത്മകഥ തന്നെയാണ്. എന്താണ്? ആത്മകഥ. ഒന്ന് ഓർത്തു വെച്ചോളൂ. 102-ാം വയസ്സിലാണ് ഇവർ മരിക്കുന്നത്. മരിച്ച വയസ്സൊന്നും ചോദിക്കണം എന്നില്ല. പക്ഷെ 2021, അത്ര അധികം നാളായിട്ടില്ല, 2021 മെയ് 11 ആരും അന്തരിക്കുന്നത്? KR ഗൗരിയമ്മ അന്തരിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേരളത്തിലെ നവോത്ഥാന നായികമാരെ കുറിച്ച് പഠിക്കാനായിട്ട്. അപ്പൊ PSC ചോദിച്ചിട്ടുള്ള എല്ലാ നവോത്ഥാന നായികന്മാരെയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുഴുവൻ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മള് ചിലപ്പോൾ നമുക്ക് ബോറടിക്കുന്നുണ്ടാവും, പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലേഡീസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും അത് പഠിച്ചിരിക്കണം കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ ലൈക്ക് ചെയ്യൂ. ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.